പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് നിലവിലുണ്ടായിരുന്ന 2 ഇലക്ഷൻ കമ്മീഷണർമാരിൽ ഒരാൾ രാജിവെക്കും. പെട്ടെന്ന് തിടുക്കപ്പെട്ട് മറ്റ് 2 പേരെ തിരഞ്ഞെടുക്കുകയും ചെയ്യേണ്ട വന്ന കാര്യം നമ്മളിലൂടെ ചർച്ച ചെയ്തില്ല. പ്രധാനപ്പെട്ടൊരു വിഷയമായിരുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ചേർന്ന ഒരു കൊളീജിയമാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കട്ടെ. ഏതാണ്ട് 200-ലധികം അപേക്ഷകൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 5-10 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാൾ കേരള കേഡറിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഈ കഴിഞ്ഞ ജനുവരിയിലാണ് റിട്ടയർ ചെയ്തത്. അദ്ദേഹം എറണാകുളത്ത് നേരത്തെ കളക്ടറായിരുന്ന ആളാണ്. ഞങ്ങൾക്കൊക്കെ സുപരിചിതനായൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജ്ഞാനേഷ് കുമാർ എന്നാണ്. ജ്ഞാനേഷ് കുമാർ ഉത്തർപ്രദേശുകാരനാണ്. കോൺപൂർ IITയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയതിന് ശേഷം അത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അവിടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ മറ്റെന്തോ ബിരുദവും കൂടി നേടിയിട്ടുണ്ട്. ആൾ ബുദ്ധിമാനാണ്, പ്രഗത്ഭനാണ്, പണ്ഡിതനാണ്. എറണാകുളത്ത് കളക്ടറായിരുന്ന കാലത്ത് തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം ഏത് സമയത്ത് ചുവന്ന ടൈയാണ് കെട്ടുക എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും മാർക്സിസ്റ്റ് പാർട്ടിയോടുമുള്ള താല്പര്യം കൊണ്ടാണോ എന്നെനിക്കറിയില്ല. എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ മിക്കവാറും എല്ലാ ഫോട്ടോയിലും ചുവന്ന ടൈയാണ്. എറണാകുളത്ത് കളക്ടറായിരിക്കുമ്പോഴും നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന ഈ ചുവന്ന ടൈയുടെ പേരിലാണ്. ചുവന്ന നെക്ടൈ ഇല്ലാതെ ജ്ഞാനേഷ് കുമാറിനെ കണ്ടവരാരുമില്ല. കളക്ടറേറ്റിലെ ചപ്രാസി മുതൽക്ക് ADM വരെ എല്ലാവരുടെയും മുമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്, ഫോട്ടോയിലും കണ്ടിട്ടുള്ളത് ചുവന്ന ടൈയോട് കൂടിയിട്ടാണ്. ഇതാ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇതിന് ശേഷം പത്രങ്ങളിൽ വന്ന ചിത്രത്തിലും ജ്ഞാനേഷ് കുമാറിന് ചുവന്ന ടൈ കെട്ട്. ഊണിലും ഉറക്കത്തിലും ചുവന്ന ടൈ കെട്ടുന്ന ആളാണ് ജ്ഞാനേഷ് കുമാർ എന്നുള്ളതാണ് സങ്കല്പം. പിന്നീട് അദ്ദേഹം കേന്ദ്ര കേഡറിലേക്ക് പോയി. കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട പല ചുമതലകളും വഹിച്ചു. അദ്ദേഹം ആഭ്യന്തര വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ടുള്ള നിയമനിർമ്മാണമൊക്കെ ഉണ്ടായത്. അതിൻ്റെ പുറകിൽ ഇദ്ദേഹത്തിൻ്റെ വളക്കൂറുള്ള ബുദ്ധിയാണെന്നാണ് ശത്രുക്കൾ പറയുന്നത്. അല്ലാണ്ട് അമിത്ഷായ്ക്ക് അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല, നമുക്കറിയാം. ഏതായാലും ജ്ഞാനേഷ് കുമാർ പിന്നീട് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഭാരിച്ച ഉത്തരവാദിത്വമുള്ള, ഭാരിച്ച ശമ്പളവുമുള്ള ഒരു പദവി ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ചരിത്ര നേട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഒരു പഴയ കാര്യം ഓർമ്മ വരും. അതെന്ന് വെച്ചാൽ ഈ AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഇദ്ദേഹം എറണാകുളത്ത് കളക്ടറായിരുന്നത്. ഞാനന്ന് അഭിഭാഷകനാണ്. ആൻ്റണിയുടെ ഭരണകാലത്ത് പൊതുവെ ആകെ തമാശയായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും തമ്മിൽ വലിയ ടഗ് ഓഫ് വാറായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഈ ലീവ് സറണ്ടർ ആൻ്റണി റദ്ദാക്കി. അതോടൊപ്പം തന്നെ മറ്റ് ചില ആനുകൂല്യങ്ങളും നിർത്തലാക്കി. ശമ്പള പരിഷ്കരണം താൽക്കാലത്തേക്ക് നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ സർക്കാരിനോടും മറ്റ് മുതിർന്ന IAS ഉദ്യോഗസ്ഥരോടൊക്കെ വലിയ വിപ്രതിപത്തി ഉള്ള കാലമാണ്. അന്നാണ് ഇദ്ദേഹം എറണാകുളത്ത് കളക്ടറായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ മറ്റെന്തോ പ്രവൃത്തി കൊണ്ട് NGO യൂണിയൻകാരുമായിട്ട് മൊത്തത്തിൽ വളരെ മോശം റിലേഷനായി. NGO യൂണിയൻകാർ വലിയ കുസൃതിക്കാരാണല്ലോ, വളരെ ഭാവനാസമ്പന്നരായ ആളുകളാണ്. അവർ എവിടെ നിന്നോ ഒരു കഴുതയെ സംഘടിപ്പിച്ചു. എറണാകുളം ജില്ലയിൽ അങ്ങനെ കഴുതകളെ അധികം കാണാൻ കിട്ടാത്ത സ്ഥലമാണ്. ശബരിമലയെന്നോ മറ്റോ കൊണ്ടുവന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. ഏതായാലും ഒരു കഴുതയെ കൊണ്ടുവന്ന് അതിൻ്റെ കഴുത്തിൽ ഒരു ചുവന്ന ടൈ കിട്ടി. എന്നിട്ട് അതിൻ്റെ കഴുത്തിൽ മറ്റൊരു ഒരു പോസ്റ്റർ പോലൊരു സാധനം എഴുതി കെട്ടി തൂക്കി. എന്നെ ജ്ഞാനേഷ് എന്ന് വിളിക്കരുതേ എന്നായിരുന്നു. എന്നിട്ട് ഈ കഴുതയെ കൊണ്ടുവന്ന് കളക്ടറേറ്റിൽ അഴിച്ചു വിട്ടു. അത് പിറ്റേ ദിവസം പത്രത്തിൽ വന്നു. മാതൃഭൂമിയിൽ വന്ന ഫോട്ടോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ ജ്ഞാനേഷ് എന്ന് വിളിക്കരുതേ എന്ന് കഴുത്തിൽ കെട്ടിത്തൂക്കിയ ഒരു കഴുത, അതിൻ്റെ കഴുത്തിൽ ഒരു ചുവന്ന ടൈയും കെട്ടിയിരുന്നു. അങ്ങനെ അന്ന് NGO യൂണിയൻകാർ പരിഹസിച്ച് വിട്ട ആളാണ് നമ്മുടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ രോമാഞ്ചം ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ എറണാകുളത്തുകാർ നല്ല ഭാവനാശാലികളാണ് എന്ന കാര്യം ഇത് കാണുന്ന എല്ലാ മലയാളികളും തിരിച്ചറിയും എന്ന് വിചാരിക്കുന്നു. ജ്ഞാനേഷ് കുമാറിന് സർവീസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നുള്ള നിലയ്ക്ക് സത്യസന്ധമായിട്ടും നിർഭയമായിട്ടും അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിറവേറ്റാൻ കഴിയട്ടെ എന്ന് ആശിക്കുകയും അതിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.